കാനഡ രണ്ടാമതും അർജന്റീനയ്ക്ക് മുൻപിൽ വീണു. അങ്ങനെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ഫൈനലിൽ എത്തി. സെമി ഫൈനലിൽ കാനഡയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മറികടന്നാണ് അർജന്റീന ഫൈനലിൽ കടന്നത്. ലീഗ് മത്സരത്തിലും കാനഡയെ അർജന്റീന തോൽപ്പിച്ചിരുന്നു. അർജന്റീനയുടെ തുടർച്ചയായ 2ാം കോപ്പ അമേരിക്ക ഫൈനലാണിത്. 2021 കോപ്പ അമേരിക്ക കിരീടം, 2022 ലോകകപ്പ് കിരീടം എന്നിവ കഴിഞ്ഞ 3 വർഷത്തിനിടെ 3ാമത്തെ പ്രധാന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പ് നേടുന്നതിലാണ് അർജന്റീനയുടെ കണ്ണ്. ഫൈനലിൽ വിജയിച്ചാൽ കോപ്പ അമേരിക്കയിലെ തുടർച്ചയായ 2ാം ജയമായിരിക്കും. കാനഡയ്ക്കെതിരെ സെമിയിൽ ജൂലിയൻ അൽവാരസ്, ലിയോണൽ മെസ്സി എന്നിവരാണ് അർജന്റീനയുടെ ഗോളുകൾ നേടിയത്. മത്സരത്തിൽ ലോക ചാമ്പ്യന്മാർക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ കാനഡയ്ക്ക് സാധിച്ചിരുന്നു. പലപ്പോഴും പന്തുമായി അർജന്റീൻ ഗോൾ മുഖത്തെത്തിയ കാനഡയ്ക്ക് പന്ത് ഗോൾ വര കടത്താൻ മാത്രം സാധിച്ചില്ല. പ്രതിരോധത്തിലെ മികവാണ് രക്ഷയായത്. പന്തടക്കത്തിലും ഷോട്ടുകൾ ഉതിർക്കുന്നതിനും അർജന്റീന തന്നെയായിരുന്നു മുന്നിൽ. ടൂർണമെന്റിൽ അൽവാരസിന്റെ 2ാം ഗോളായിരുന്നു സെമിയിലേത്. ആദ്യത്തേതും കാനഡയ്ക്കെതിരെയായിരുന്നു. ഗോളോടെ മെസ്സിയും സംഘവും താളം വീണ്ടെടുത്തു. മെസ്സിയുടെ ഗോളും അർജന്റീനയ്ക്ക് കരുത്തായി. ഈ ടൂർണമെന്റിലെ മെസ്സിയുടെ ആദ്യ ഗോളാണ് ഇത്. മത്സരത്തിലുടനീളം മെസ്സിയുടെ മികച്ച മുന്നേറ്റങ്ങൾ കാണാനായി. 12ാം മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയ നൽകിയ പാസ് മെസ്സി ഗോൾവല ലക്ഷ്യമാക്കി പായിച്ചെങ്കിലും പുറത്തേക്ക് പോയി. 44ാം മിനിറ്റിൽ കനേഡിയൻ പ്രതിരോധത്തെ കബളിപ്പിച്ച് മെസ്സി വീണ്ടും മുന്നേറ്റം നടത്തി. പക്ഷേ ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല. കൗണ്ടർ അറ്റാക്കുകളിലൂടെ കാനഡ ചില മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു. 15-16 മിനിറ്റുകളിൽ അർജന്റീനയുടെ ഗോൾ മുഖം വിറപ്പിക്കാനായി അവർക്ക്. ബോക്സിനകത്തെ പിഴവുകളും പാസുകൾ ശരിയാം വിധം നൽകുന്നതിൽ പരാജയപ്പെട്ടതുമാണ് കാനഡയെ ഗോളിൽ നിന്ന് അകറ്റിയത്. കാനഡയുടെ മികച്ച ഒരു നീക്കം അർജന്റീൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞിട്ടതും രക്ഷയായി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.